molecules of gas happens when forward reaction is encouraged. അപ്പോൾ അമോണിയ ആയിരിക്കും കൂടുതൽ ഉണ്ടാവുന്നത്. മനസ്സിലായോ? ഇപ്പൊ സേ ഫോർ എക്സാമ്പിൾ ഹൈഡ്രജൻ പ്ലസ് അയഡിൻ. അപ്പൊ പ്രഷറിന്റെ കാര്യം കഴിഞ്ഞു. ഇനി ഒരു കാര്യം കൂടി ഒന്ന് പറയട്ടെ. ഹൈഡ്രജൻ പ്ലസ് അയഡിൻ ഗിവ്സ് 2HA. നമ്പർ ഓഫ് റിയാക്ടന്റ് മോളിക്യൂൾസ് എത്തിയ ഒന്നും രണ്ടാണ് റിയാക്ടൻസിന്റെ മോളിക്യൂൾസ്. നമ്പർ ഓഫ് പ്രോഡക്ട്സ് എത്രയാ? 2. അപ്പോ പ്രഷറിന് എന്താണ് എഫക്ട്? there is no influence of pressure in this equilibrium. കാരണം രണ്ടെണ്ണത്തിന് നമ്പർ ഈക്വൽ ആണെങ്കിൽ ഈ കണ്ടീഷൻ പോയി. നമ്പർ ഓഫ് റിയാക്ടന്റ് മോളിക്യൂൾസ് നമ്പർ ഓഫ് പ്രോഡക്റ്റ് മോളിക്യൂൾസും ഡിഫറെന്റ് ആയിരിക്കണം എന്ന് പറയുന്ന കണ്ടീഷനെ പോയി. സോ ഹിയർ ഇൻ ദിസ് പർട്ടിക്കുലർ റിയാക്ഷൻ there is no effect of pressure in equilibrium state. അതും കൂടി നമ്മൾ പഠിക്കാറുണ്ട്. ഇനി ഒരേ ഒരു കാര്യം കൂടി, കാറ്റലിസ്റ്റ് എന്താണ് നമ്മൾ കെമിക്കൽ ഇക്വിലിബ്രിയത്തിനെ എഫക്ട് ചെയ്യുന്നത്? അപ്പൊ കാറ്റലിസ്റ്റ് നമ്മൾ പറഞ്ഞു, പോസിറ്റീവ് കാറ്റലിസ്റ്റ് ഉണ്ട്, നെഗറ്റീവ് കാറ്റലിസ്റ്റ് ഉണ്ട്. പോസിറ്റീവ് കാറ്റലിസ്റ്റ് എന്ന് പറഞ്ഞാൽ റേറ്റിനെ ഇൻക്രീസ് ചെയ്യുന്നത്, അതായത് കെമിക്കൽ റിയാക്ഷൻ പെട്ടെന്ന് നടത്തിക്കുന്നത്. ചില നെഗറ്റീവ് കാറ്റലിസ്റ്റ് ഉണ്ട്, ചില റിയാക്ഷൻസ് ഭയങ്കര സ്പീഡാണ്. അത്രയും സ്പീഡ് നടന്നു കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി ഒന്നും നടക്കില്ല. അപ്പൊ സ്ലോ ആക്കുന്ന ആവശ്യവും നമുക്ക് ചിലപ്പോൾ ഉണ്ട്. നമുക്ക് ബ്രേക്ക് പിടിക്കണം, അതേപോലെ ആക്സിലറേറ്റർ വേണം എന്ന് പറയുന്ന 2 ടൈപ്പ് സാധനങ്ങളാണ് ഉള്ളത്, പോസിറ്റീവ് കാറ്റലിസ്റ്റും നെഗറ്റീവ് കാറ്റലിസ്റ്റും. അപ്പൊ ഇതില് കെമിക്കൽ റിയാക്ഷനിൽ ഫോർവേഡ് റിയാക്ഷനിലോ അല്ലെങ്കിൽ ബാക്ക്വേർഡ് റിയാക്ഷനോ കൂടില്ല. നമ്മൾ കാറ്റലിസ്റ്റ് ഇട്ടു എന്ന് പറഞ്ഞിട്ട് ഫോർവേഡ് റിയാക്ഷൻ എൻകറേജ് ആവാനോ ബാക്ക്വേർഡ് റിയാക്ഷൻ എൻകറേജ് ആവാനോ പോണില്ല. ഏതെങ്കിലും ഒരു സൈഡിനോട് നമ്മുടെ കാറ്റലിസ്റ്റിന് ഒരു പാർഷ്യാലിറ്റിയും ഇല്ല. മറിച്ച് ഫോർവേഡ് റിയാക്ഷനും കൂടും, ബാക്ക്വേർഡ് റിയാക്ഷനും പെട്ടെന്ന് കൂടും. പോസിറ്റീവ് കാറ്റലിസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഫോർവേഡ് റിയാക്ഷനും നടക്കും, ബാക്ക്വേർഡ് റിയാക്ഷനും നടക്കും. അങ്ങനെ കെമിക്കൽ ഇക്വിലിബ്രിയം ഫാസ്റ്റ് ആയിട്ട് അച്ചീവ് ചെയ്യും. അതാണ് ആകപ്പാടെ സംഭവിക്കാൻ പോകുന്നത്. ഇക്വിലിബ്രിയം മാറില്ല, മറിച്ച് ഇക്വിലിബ്രിയം എത്തുന്ന സമയം കാറ്റലിസ്റ്റ് ഇല്ലെങ്കിൽ 5 മണിക്കൂറിലായിരിക്കും ഇവർ തമ്മിൽ ഇക്വിലിബ്രിയത്തിൽ എത്തുന്നത്. കാറ്റലിസ്റ്റ് ഉണ്ടെങ്കിൽ വെറും 2 മണിക്കൂർ കൊണ്ട് ഇവർ തമ്മിലുള്ള ഇക്വിലിബ്രിക് സ്റ്റേറ്റിൽ എത്തും. സോ catalyst does not have any influence on the reactions. Forward reaction influence illa, backward reaction influence illa. പക്ഷേ positive catalyst helps to achieve the equilibrium at a very fast rate. അങ്ങനെ equilibrium എന്ന് വിചാരിച്ചോളൂ. അപ്പൊ ഇപ്പൊ അമോണിയ പോലത്തെ സമയത്ത് അമോണിയ ഒക്കെ ഉണ്ടായി കഴിയുമ്പോൾ പെട്ടെന്ന് കെമിക്കൽ ഇക്വിലിബ്രിയം എത്തിക്കഴിഞ്ഞാൽ ഈ അമോണിയ ഞാൻ റിമൂവ് ചെയ്തോണ്ടേ ഇരിക്കുകയാണെങ്കിൽ എനിക്ക് വീണ്ടും നമുക്ക് അമോണിയ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കാം. സോ വൺസ് കെമിക്കൽ ഇക്വിലിബ്രിയം ഇസ് റീച്ച്ഡ് അറ്റ് എ വെരി ഫാസ്റ്റ് റേറ്റ്, ബാക്കിയുള്ള കണ്ടീഷൻസിനെയൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് കൂടുതൽ പ്രൊഡക്ട്സ് ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, കാരണം ഇക്വിലിബ്രിക് സ്റ്റേറ്റിലാണ് ഏറ്റവും കൂടുതൽ പ്രൊഡക്റ്റ് ഉണ്ടാവണത്. ഓക്കെ, അത്രയും മനസ്സിലായല്ലോ. സോ നമ്മൾ എന്തിന്റെയൊക്കെ ഇൻഫ്ലുവൻസസ് ആണ് പഠിച്ചത്? ടെമ്പറേച്ചറിന്റെ ഇൻഫ്ലുവൻസ് പഠിച്ചു, കോൺസെൻട്രേഷൻ ഓഫ് പ്രോഡക്ട്സിന്റെയും റിയാക്ടൻസിന്റെയും കാര്യം പറഞ്ഞു, അതേപോലെ പ്രഷറിന്റെ കാര്യം പറഞ്ഞു, കാറ്റലിസ്റ്റിന്റെ കാര്യം പറഞ്ഞു. ഇനി അടുത്ത വീഡിയോയില് നമുക്ക് സൾഫ്യൂരിക് ആസിഡിന്റെ കാര്യം നോക്കാം.